നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വെയിറ്റ് ലോസ് പ്ലാറ്റു. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്ന പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റു എന്ന് പറയുന്നത്. അതായത് ആദ്യമൊക്കെ നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ 5 കിലോ അല്ലെങ്കിൽ 3 കിലോ 2 കിലോ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആവും. പക്ഷേ ഒരു 2-3 മാസമൊക്കെ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വെയിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഒട്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കും. ഈ കണ്ടീഷനാണ് പറയുന്നത് വെയിറ്റ് ലോസ് പ്ലാറ്റു എന്ന്. അപ്പോൾ പ്ലാറ്റു വന്നു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ, ഇനി എനിക്ക് ഡയറ്റ് ഒന്നും എടുക്കാൻ വയ്യ, കാരണം എൻ്റെ വെയിറ്റ് കുറയുന്നില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ എൻ്റെ വെയിറ്റ് കുറയാത്തത്, അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാണെന്ന് വിചാരിച്ച് ഡയറ്റും എക്സസൈസും ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതോടെ ഇവരുടെ വെയിറ്റ് വീണ്ടും കൂടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് പ്ലാറ്റു നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 80 കിലോ വെയിറ്റ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഒരു 1 മന്ത് ഒക്കെ നിങ്ങൾ ഡയറ്റ് എടുത്തപ്പോൾ അത് 5 കിലോ കുറഞ്ഞു, ഒരു 75 കിലോ ആയി. വീണ്ടും നിങ്ങൾ ഡയറ്റ് എടുക്കാൻ തുടങ്ങുകയാണ്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് പകുതിയായപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ശരിക്കും എനിക്ക് 5 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 കിലോ 3 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നോക്കുവാണെങ്കിൽ വെയിറ്റ് ആ 75 തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഈ വാട്ടർ കണ്ടന്റ് ഒരുപാട് അങ്ങ് കുറയും ഡയറ്റ് എടുക്കുന്ന സമയത്ത്. ഈ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അതാണ് ആദ്യത്തെ സ്റ്റേജിൽ വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത്. പിന്നെ ഫാറ്റിൽ നിന്നുള്ള കാലറിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിനുശേഷം പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ വെയിറ്റ് കുറയാതെ ഇങ്ങനെ നിൽക്കും. കാരണം ബോഡിക്ക് ഈ ഡയറ്റ് യൂസ്ഡ് ആയി, ഇത്രയും ഭക്ഷണമേ നിങ്ങൾ കഴിക്കുള്ളൂ എന്ന് ബോഡിക്ക് മനസ്സിലായി. അപ്പോൾ ബോഡി എന്താ ചെയ്യണേ, അങ്ങനെ തന്നെ നിൽക്കും. വെയിറ്റ് അങ്ങ് കുറയത്തുമില്ല കൂടത്തുമില്ല, ആ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. വെയിറ്റ് ലോസ് പ്ലാറ്റു റീച്ച് ആയി എന്നതാണ് അതിനർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് 75 കിലോയിൽ തന്നെ വെയിറ്റ് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇതിൽ നിങ്ങൾ വെയിറ്റ് ലോസ് പ്ലാറ്റുവിലാണെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന്, ഒരു മാസം കൂടെ ഈ സെയിം ഡയറ്റ് തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. എക്സസൈസിന്റെ ഇന്റൻസിറ്റി കുറച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഡയറ്റ് അത് സെയിം തന്നെ നോക്കാം, വർക്ക്ഔട്ട് കുറച്ചുകൂടെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് മിക്കവരുടെയും 3-ാമത്തെ മാസം ബ്രേക്ക് ആവുന്നതായിരിക്കും, വീണ്ടും വെയിറ്റ് കുറഞ്ഞു വരുന്നതായിരിക്കും. ഇനി അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റ് പ്ലാൻ കുറച്ചൊന്ന് ചേഞ്ച് ആക്കി നോക്കാം. വീണ്ടും ഡയറ്റ് അവർ പറയുന്ന രീതിയിൽ ഡയറ്റ് എടുക്കാം. അതിനുശേഷം ചിലപ്പോൾ ചിലർക്ക് വ്യത്യാസപ്പെടും. ഇനി ഒന്ന് ചെയ്തിട്ടും പ്ലാറ്റു ബ്രേക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 1 വീക്ക് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ഡയറ്റ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക. ഡയറ്റ് സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് സ്വീറ്റ്സ് സാധനങ്ങളൊന്നും കഴിക്കുക എന്നല്ല അർത്ഥം. ഒരാഴ്ചത്തേക്ക് സാധാരണ ഡയറ്റിലോട്ട്, സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു ഡയറ്റിലോട്ട് നിങ്ങൾ പോവുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മിക്കവർക്കും ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്ലാറ്റു ബ്രേക്ക് ആവുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒരേ രീതിയിലുള്ള വർക്കൗട്ട് തന്നെയായിരിക്കും ചെയ്തു വരുന്നത്. പക്ഷേ വർക്കൗട്ട് ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ആക്കി കൊടുക്കുക. 1 മന്ത്, ആദ്യത്തെ 1 മന്ത് ഇപ്പോൾ വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം ഇൻറ്റൻസിറ്റി ഇല്ലാത്ത വർക്കൗട്ടൊക്കെ ആദ്യത്തെ ഒരു മാസം ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ട് വരണം, വർക്കൗട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആ വെയിറ്റ് ലോസിൽ, ആ റീച്ചിൽ, ആ ഗോളിൽ റീച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു കാര്യമൊന്നും അല്ല കേട്ടോ, അത് ലോങ് റൺ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം വേണം, അതുപോലെ തന്നെ ഡയറ്റ് പ്രോപ്പർ ആയിരിക്കണം, വർക്കൗട്ട് കറക്റ്റ് ആവണം, സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് ആവണം, ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള ഔട്ട്സൈഡ് ഫുഡൊക്കെ ഒഴിവാക്കണം. പിന്നെ ഞാൻ പല വീഡിയോസിലും കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരുപാട് ലേഡീസിനൊക്കെ ആകുമ്പോൾ ആഫ്റ്റർ 40 ഒരുപാട് ഹോർമോൺസിൻ്റെ ചേഞ്ച് ഉണ്ടാവും. ഒരുപാട് ഹോർമോൺസ് ചേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോർമോൺ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് ഹോർമോൺസ് ആണ് ചേഞ്ച് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മെഡിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് പല ന്യൂട്രിയൻസ്, ഇപ്പോൾ വൈറ്റമിൻ സി ഒക്കെ ആവശ്യമാണ്. ഫുഡിൽ നിന്ന് തന്നെ എപ്പോഴും ന്യൂട്രിയൻസ് കിട്ടുന്നതാണ് എപ്പോഴും ബെറ്റർ സപ്ലിമെൻറ്റിനെ കാട്ടിയും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കറക്റ്റായിട്ട് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാനായിട്ട് നോക്കാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, വെയിറ്റ് ലോസ് പ്ലാറ്റു വന്നു കഴിഞ്ഞാൽ ആരും ടെൻസ്ഡ് ആവരുത്. ഈ ടെൻഷൻ കൂടുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ നമുക്ക് കൂടുതലായിട്ട് റിലീസാവും. അപ്പോൾ വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയി നോക്കിക്കേ, തീർച്ചയായിട്ടും ഒരു 6 മാസം എത്തുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്ലാറ്റു ബ്രേക്ക് ചെയ്യാനായിട്ട് 3 ദിവസത്തെ ഡീറ്റോക്സ് ഡയറ്റ് ഉണ്ട്.
അപ്പോൾ ആർക്കെങ്കിലും അത് അങ്ങനെയുള്ള ഡയറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. tinasudir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.